മറ്റൊന്ന് ഈ നോ IELTS എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നവരാണെങ്കിലും പലരും പറയുന്നത് ഓസ്ട്രേലിയയാണ് നല്ലത്. കാര്യം എന്താ, അവിടെ IELTS വേണ്ടല്ലോ. അപ്പൊ ഇത് എന്തോ ഒരു ഗ്രീൻ കാർഡ് പോലെയാണ് അവർക്ക്. IELTS വേണ്ട, പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തും ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേണമല്ലോ. അപ്പൊ ആ തരത്തില് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എങ്ങനെയാണ് അവർ ഉറപ്പുവരുത്തുന്നത്? മാത്രമല്ല നമ്മുടെയൊക്കെ അറിയാം ഈ ഓസ്ട്രേലിയൻ പ്രൊനൗൺസിയേഷനും അല്ലെ ആക്സന്റും ഒക്കെ വളരെ വ്യത്യസ്തവുമാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കേരളത്തിൽ പഠിച്ചു പോകുന്ന ഒരാളിന് അതുമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പാടാണ്. അപ്പൊ ഈ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഏത് രീതിയിലാണ് ഈ കേസിൽ വിലയിരുത്തപ്പെടുന്നത്? IELTS വേണ്ട എന്നുള്ളത് ചില കാര്യങ്ങളിൽ ആപ്ലിക്കബിളാണ്. കാരണം അത് UK പാസ്പോർട്ടോ US പാസ്പോർട്ടോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയുടെ പാസ്പോർട്ട് ആണെങ്കിൽ IELTS വേണ്ട. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ലല്ലോ ഓസ്ട്രേലിയയിൽ മൈഗ്രേഷൻ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവിടേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് IELTS വേണ്ട എന്ന്. പക്ഷേ അതിൽ ക്ലോസസ് ഉണ്ട്, ഏതൊക്കെ കൺട്രിയാണ് ഉൾപ്പെട്ടത് അത് വായിക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം IELTS ഇല്ലാതെ വരാൻ പറ്റില്ല. ഒരു മൈഗ്രേഷൻ ആണെങ്കിൽ മിനിമം 6 എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ പല ഒക്കുപ്പേഷൻ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഞാനൊരു സോഷ്യൽ വർക്കറാണ്, ഞങ്ങൾക്ക് 777 അക്കാഡമിക് IELTS തന്നെ വേണം, മാൻഡേറ്ററി ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ ഒക്കുപ്പേഷനും വെൽ ഡിഫൈൻഡ് ആണ്. ഓരോ ഒക്കുപ്പേഷനും വേണ്ട IELTS അവിടെ ഡിഫൈൻഡ് ആണ്. എല്ലാം ഗൂഗിളിൽ കിട്ടും. ഇപ്പം ഞങ്ങളുടെ ഏജൻസി ആയിക്കോട്ടെ വേറെ ഏജൻസി ആയിക്കോട്ടെ, നിങ്ങളുടെ റിസർച്ച് ചെയ്യണം. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം മൈഗ്രേറ്റ് ചെയ്യാനോ വർക്ക് ചെയ്യാനോ വരുമ്പം നിങ്ങളൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ വരുന്നുണ്ട്. അപ്പം ഞങ്ങളത് നല്ലതാണെന്ന് ഞങ്ങളും പറയത്തുള്ളൂ. നിങ്ങളുടേതേ റിസർച്ച് ചെയ്തിരിക്കണം. ഒരു റിസർച്ചും ഇല്ലാതെ ആരെ 100% ട്രസ്റ്റ് ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ പറ്റില്ല. അത് ഞങ്ങളുടെ ഏജൻസി സെലക്ട് ചെയ്താലും അത് തന്നെ പറയുന്നത്. നിങ്ങളുടെ റിസർച്ച് ഉണ്ടാവണം. അങ്ങനെ വന്നാൽ മാത്രമാണ് ഇതിപ്പം നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കുക, അയ്യോ അതിലല്ലല്ലോ പറഞ്ഞത്, IELTS 7 വേണമെന്നാണല്ലോ പറഞ്ഞത്. അതെല്ലാം അവൈലബിൾ ആണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈസ മുടക്കാൻ തയ്യാറാണ്, റിസർച്ച് ചെയ്യാൻ ഒട്ടും തയ്യാറല്ലാത്തൊരു ജനറേഷൻ നമ്മുടെ ഇൻ ബിറ്റ്വീൻ ഇടയിൽ വന്നിട്ടുണ്ട്. അതാണ് മെയിൻ പ്രശ്നങ്ങൾ ഇതിൻ്റെ എല്ലാം.